താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്നവനെ കുളിച്ചിട്ടോ, ഞാൻ അപ്പുറത്തെ റൂമിൽ കുളിച്ചിട്ട് വരാം. ഈശാനിയുടെ കവളിൽ പതിക്കാൻ തട്ടിക്കൊണ്ട് പറഞ്ഞ് സേവ്യര് മൂളിപ്പാട്ടും പാടി വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്നു. താലിമാല കൂടാതെ വേറൊരു മാലയുടെ സെറ്റായിരുന്നു പാർട്ടിക്ക് വേണ്ടി ഇട്ടിരുന്നത്. അതൊക്കെ അഴിച്ചു വെച്ച് കുളിച്ചു മാറാനുള്ള ഡ്രസ്സും ടവലെടുത്തിട്ട് ബാത്റൂമിലേക്ക് കയറി ഈശാനി. തണുത്ത വെള്ളം തലവഴി ഒഴുകിയിറങ്ങിയപ്പോൾ മനസ്സിനും ശരീരത്തിനും കുളിര് പകർന്നവളുടെ കുളി കഴിഞ്ഞ് വേഷം മാറി മുള്ളിൽ ടവലിൽ ചുറ്റിക്കെട്ടി പുറത്തേക്ക് വന്നവൾ അപ്പോഴേക്കും സേവി എത്തി വാതിൽ മുട്ടുകേട്ടു. ജെനിയായിരിക്കും സേവി പറഞ്ഞപ്പോൾ ഈശാനി വാതിലിനടുത്തേക്ക് ചെന്ന് വാതിൽ തുറന്നു. കയ്യിലെ ഗ്ലാസ് ജെനി അവളെ ഏൽപ്പിച്ചു. ഈ ഗ്ലാസ്സിൽ അലിഞ്ഞേർന്നിരിക്കുന്ന പാലും പഞ്ചസാരയും പോലെ അലിഞ്ഞേറട്ടെ നിങ്ങൾ പരസ്പരം. ആൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഈശാനിയും ചിരിച്ചുപോയി. സാഹിത്യം കനകവിഞ്ഞൊഴുകുകയാണല്ലോ. സേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ജെനി അവനെ നെത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, ഇനി ഞാനിവിടുന്ന് സാഹിത്യം വിളമ്പിയാലേ സേവിച്ചെന്നെ ചെവിക്ക് വിളിച്ച് പുറത്താക്കും. എന്നാ പിന്നെ ഇറങ്ങുവാണേ, രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. ജെനി വാ വാ. താഴെ നിന്ന് ജോസൂട്ടിയുടെ വിളി കേട്ടപ്പോൾ അവൾ അവരുന്ന് പോയി ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. മുറിയിലോ നിശബ്ദം വളർന്നു. വാതിലടച്ചേക്കാം. കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് സേവ് വാതിലടച്ച് ലോക്കാക്കി. ഈശാനിയുടെ കയ്യിൽ ജെന്നിഫർ നൽകിയ പാൽ ഗ്ലാസ് ചെറു ചൂടോടെ ഉണ്ടായിരുന്നു. കുളിച്ചിറങ്ങിയ ശരീരത്തിൽ നിന്നും പടരുന്ന സുഗന്ധവാസന മുടിയിൽ ചുറ്റിയിരുന്ന ടവൽ അഴിഞ്ഞു വീണ് നനവുള്ള മുടികൾ തോളിലേക്ക് ഒഴുകി. അവൾ അല്പം നാണത്തോടെ സേവിയിലേക്ക് നോക്കി. അവന്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. അത്ഭുതത്തോടെ, അതിലുപരി ആകാംക്ഷയോടെ. ഇങ്ങനെ നോക്കണ്ട, ഈശാനി മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെ ചോദിച്ചുകൊണ്ടവൻ അവളുടെ അടുത്തേക്ക് വന്നു. ഞാൻ എൻ്റെ ഭാര്യയെ നോക്കുന്നല്ലേ? അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചവൻ. ആ വാക്കിൽ അവളുടെ കവിളുകൾ ചുവന്നുപോയി. അവൾ പാൽ ഗ്ലാസ് അവന് നൽകി. അവനൊരു വാ കുടിച്ചുകൊണ്ട് അവളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ തിരികെ കൊടുത്തു. അവളുടെ വിരലുകൾ തമ്മിൽ ചേർന്നു. ഒരു ചെറുവിറയൽ അവളുടെ ശരീരത്തിലൂടെ പാഞ്ഞു. ഒരു വായ കുടിച്ചിട്ട് ഗ്ലാസ് ടേബിളിൽ വെച്ചവൾ. ഇരിക്കെ. അവളെ പിടിച്ചിരുത്തി അവന് അരിയിലായിരുന്നു. എന്തിനങ്ങനെ പേടിക്കുന്നു? നിന്റെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്ന എനിക്കറിയാം, അവൻ ചോദിച്ചു. ഈ പ്രാവശ്യം ശബ്ദം കൂടുതൽ അടുപ്പത്തോടെ. പേടിയല്ല, എന്നാലും. ബാക്കി പറയാതെ അവൾ തലകുനിച്ചു. സേവി അവളുടെ തോളിൽ കൈവച്ച് പതുക്കെ അവളുടെ നേരെ നോക്കിച്ചു. അവളുടെ കണ്ണുകളിൽ നാണവും പരിഭ്രമവും. അവനവളുടെ കവിളിൽ വിരലുകളാൽ പതിയെ തഴുകി. അവളുടെ ശരീരം ഒന്നാകെ വിറകൊണ്ടു. ഇന്നു മുതൽ നമ്മൾ ഒന്നാവുന്നു, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. അവളുടെ നെറ്റിയിൽ ഒരു നീണ്ട ചുംബനം നൽകിക്കൊണ്ട് പറഞ്ഞവൻ. അവൾ കണ്ണടച്ചു. അവന്റെ ശ്വാസം അവളുടെ കവിളിൽ തട്ടിയപ്പോൾ ഹൃദയമിടിപ്പ് കൂടുതൽ വേഗത്തിലായി. അവൾ അവന്റെ നെഞ്ചിൽ കൈകൊണ്ട് പിടിച്ചു. തോളിൽ തലയായിച്ചു. അവൻ അവളുടെ മുടിയിലൂടെ പതിയെ വിരലോടിച്ചു. അവളുടെ കൈ അവന്റെ കൈയിലേക്ക് സാവധാനം നീങ്ങി വിരലുകൾ കോർത്ത് പിടിച്ചു. ഇഷാനി, പ്രണയാർദ്രമായി അവൻ വിളിച്ചു. അവൾ തല ഉയർത്തി. അവരുടെ കണ്ണുകൾ വീണ്ടും കൂടിച്ചേർന്നു. ഈ പ്രാവശ്യം അവൾ തന്നെയായിരുന്നു മുന്നോട്ട് ചായുന്നത്. അവളുടെ അധരങ്ങൾ അവന്റെ അധരങ്ങളെ സ്പർശിച്ചു. നാണവും ആഗ്രഹവും കലർന്നൊരു മൃദുചുംബനം. സേവി അവളെ തന്നോട് ചേർത്ത് അമർത്തി പിടിച്ചു. അവൾ അവനെ നെഞ്ചിൽ കൈവച്ചു. അവന്റെ ഹൃദയമിടിപ്പ് കേൾക്കാനായി അവൾ കാതോർത്തു. ആ താളം അവളുടെ ശ്വാസവുമായി ചേർന്നു. ഓരോ സ്പർശവും ചോദിച്ചു. അവളിലെ പെണ്ണിനെ അറിയാൻ അവൻ അതിയായി ആഗ്രഹിച്ചു. അവന്റെ അതിരം ആവേശത്തോടെ അവളെ പൊതിഞ്ഞു. ഓരോ ചുംബനവും സമ്മതം തേടി. അവളുടെ നാണം അവന്റെ സ്നേഹത്തിൽ ലയിച്ചു. അവന്റെ ആകാംക്ഷ അവളിൽ ലഹരിയായി നിറഞ്ഞു. തടസ്സമായി തീർന്ന വസ്ത്രങ്ങൾ ഓരോന്നായി അവൻ തന്നെ ഊരിമാറ്റി. അവന്റെ കൈകൾ അവളിൽ എന്തൊക്കെയോ തിരഞ്ഞു നടന്നു. അവളുടെ അതിരം അവന്റെ അതിരങ്ങളെ ഏറ്റെടുത്തു. അവളിലൊരു തണുപ്പ് വളർത്തി. ഒരു മൂളലോടെ അവൾ അവനെ ഇറുകെ പുണർന്നു. അവളുടെ അതിരം നുകർന്നുകൊണ്ട് അവന്റെ മുഖം താഴേക്ക് ഉരസിയിറങ്ങി. കഴുത്തിൽ പിടക്കുന്ന ഞരമ്പിൽ നാവുകൊണ്ട് ഒഴിഞ്ഞവൻ. അവളുടെ കൈകൾ അവന്റെ പുറത്തള്ളി പിടിച്ചു. മാറിൽ അവന്റെ മുഖം അമർന്നപ്പോൾ അടിവയറ്റിൽ മഞ്ഞ് വീഴും പോലെ കുളിര് തോന്നി അവൾക്ക്. അവന്റെ പുറത്ത് അവളുടെ നഖങ്ങൾ ആഴ്ന്നിറങ്ങി. അവന്റെ മുഖം ഉരസി നീങ്ങി. അവൾ ഉയർന്നു പൊങ്ങി. അവളിൽ നിന്നുയരുന്ന ശീൽക്കാരങ്ങൾ അവനിൽ വല്ലാത്തൊരു ഉന്മാദം നിറച്ചു. അവളുടെ എതിർപ്പുകൾ മറികടന്നവൻ തന്റെ ശരീരം വെട്ടിവിറക്കുന്ന പോലെ തോന്നി അവൾക്ക്. ചെറുനോവറിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വേദനിച്ചോ? കാതോരം അവൻ ചോദിച്ചപ്പോൾ അവളിൽ നിന്നും തലവെട്ടിച്ചു. അവളിൽ ഒരു മഴയായി പെയ്തിറങ്ങിയവൻ. അവന്റെ കിതപ്പും അവളുടെ ശ്വാസഗതിയും ഉച്ചത്തിലായി. ചെറുനോവോടെ അവൾ അവനിൽ നിറഞ്ഞു. അവളിൽ തന്നെ പൂർണ്ണമായി നിറച്ചവൻ കിതപ്പോടെ അവളുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കിടന്നു. തളർച്ചയോടെ അവന്റെ പുറത്ത് വിയർപ്പകണങ്ങൾ ഒലിച്ചിറങ്ങി. സുഖമുള്ള നോവ് നൽകി ഇഷാനി അവന്റെ ജീവിതത്തിലേക്ക് ചേക്കേറി. അവളിൽ നിന്ന് നടന്നു മാറി കിടക്കുമ്പോഴും അവന്റെ കൈ അവളുടെ ദേഹത്തെ ചുറ്റിപ്പിടിച്ചിരുന്നു. അവരുടെ ശ്വാസം ഒരേ താളത്തിൽ ഒഴുകി. അവന്റെ ഇടത് നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് കിതപ്പടക്കി അവൾ. എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണുപോയി ഇരുവരും. ഗാഠമായ ഉറക്കത്തിൽ സേവ്യ ഒരു സ്വപ്നം കണ്ടു. സെലീന. അവളുടെ രൗദ്രഭാവം അവൻ ഉണർത്തി.
അവനോട് ഒട്ടിക്കിടന്ന ഇഷാനി ഭയന്ന് എഴുന്നേറ്റു. എങ്ങനെയൊക്കെയോ ലൈറ്റിട്ടു. ബെഡിൽ വിയർത്ത് കുളിച്ചിരിക്കുന്ന സേവിയെ കണ്ടപ്പോൾ അവൾ വേഗം ടേബിളിൽ നിന്ന് വെള്ളച്ചൊക്കെ എടുത്തു. എന്തുപറ്റി ചായ ചോദിച്ചുകൊണ്ട് അവന്റെ മുഖത്തൊന്ന് തലോടി വിയർപ്പ് ഉടച്ചു. ഏയ് ഒന്നുമില്ല, എന്തൊരു ദുസ്വപ്നം കണ്ടു. ആദ്യമായിട്ട് ഒരു സ്വപ്നം ഉണർത്തുന്നത്. അവളുടെ കയ്യിൽ നിന്ന് ജഗ്ഗുവായി വെള്ളം കുടിച്ചുകൊണ്ട് പറഞ്ഞവൻ. വെറുതെ ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാ, പ്രാർത്ഥിച്ചിട്ട് കിടക്ക്, ദുസ്വപ്നൊന്നും കാണില്ല. കൊച്ചുകുട്ടികളോട് പറയുന്ന പോലെ പറഞ്ഞിട്ട് അവൾ ലൈറ്റ് ഓഫ് ചെയ്തു. അവനെ നെഞ്ചിലേക്ക് തലവെച്ച് അവനോട് ഒന്നുകൂടി പറ്റിച്ചേർന്നു. വലത് കൈ കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് കിടന്നവൾ. അവളെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിക്കുമ്പോഴും സേവിയുടെ മനസ്സ് കണ്ട സ്വപ്നത്തിന്റെ പൊരുൾ തേടിയായിരുന്നു. താൻ മനഃപൂർവ്വം മറന്നുപോയൊരു മുഖം, സെലീന. ചെറിയൊരു കുറ്റബോധം തോന്നി അവന്റെ മനസ്സിൽ. ആൾക്ക് വേണ്ടി താനൊന്നും ചെയ്തില്ലല്ലോ, എല്ലാം അറിഞ്ഞിട്ടും എന്നൊരു കുറ്റബോധം. അവന്റെ മനസ്സിൽ ജോക്കുട്ടന്റെ മുഖം തെളിഞ്ഞു. സെലീനയെ കൊന്നു തള്ളി അവനെ വെറുതെ വിട്ടതിൽ ആദ്യമായി സേവി വേദനിച്ചു. ആ ഇരുട്ടിൽ അവന്റെ മുഖം ചുവന്നു. സേവിയുടെ കണ്ണുകൾ അടഞ്ഞിടുന്നിരുന്നെങ്കിലും ഉറക്കം അവന് വിട്ടുമാറിയിരുന്നു. ഈശാനിയുടെ ശ്വാസത്തിന്റെ താളം അവന്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ടിരുന്നു. സെലീന. അവന്റെ ഉള്ളിൽ ഒരിക്കൽ കൂടി ആ പേര് മുഴങ്ങി. അവളുടെ ചിരി, കണ്ണുകൾ, വശ്യത എല്ലാം വീണ്ടും വീണ്ടും മനസ്സിൽ തെളിഞ്ഞു. കണ്ണുകൾ അടച്ചാൽ പോലും അവൾ മുന്നിൽ, തുറന്നാലും അവൾ തന്നെ. ഈശാനി അല്പം നീങ്ങി. ഇച്ചായ ഇനിയും ഉറങ്ങിയില്ലേ? ആൾ പതിയെ ചോദിച്ചു. ഉറക്കം വരുന്നില്ല, അവൻ മറുപടി പറഞ്ഞു. ആൾ വീണ്ടും ഉറക്കത്തിലേക്ക് വീണപ്പോൾ സേവി പതുക്കെ അവളുടെ കൈമാറ്റി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. മേശപ്പുറത്തിരുന്ന ചുരുട്ടെടുത്തു. ആദ്യത്തെ പോലുള്ള വലിയൊന്നുമില്ലെങ്കിലും ഇപ്പോൾ അതില്ലാതെ തന്നെ മനസ്സ് ശാന്തമാവുന്നില്ലെന്ന് അവന് തോന്നി. ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് ബാൽക്കണിയിലേക്ക് നടന്നു. ചുരുട്ട് കത്തിച്ച് ചുണ്ടിലേക്ക് വെച്ച് ഇരുട്ടിലേക്ക് നോക്കി നിന്നു. അകലെ എവിടെയോ ഒരു നായ നിർത്താതെ ഓരിയിട്ടുകൊണ്ടേയിരുന്നു. ഇച്ചായ അവൻ തിരിഞ്ഞു നോക്കി. ഇഷാനി വാതിലിന് സമീപം നിൽക്കുകയായിരുന്നു. കണ്ണുകളിൽ ആശങ്ക. ഇനിയും അതേ സ്വപ്നം ഓർത്ത് നിൽക്കുവാണോ? അവൾ ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു. സെലീന, അവൾ എൻ്റെ ഉറക്കം കെടുത്തി ഇഷാനി. അവൻ പറയുന്നതായിട്ട് ഞെട്ടിപ്പോയവൾ. പലരും പറഞ്ഞ ആ പേര് കേട്ടിട്ടുണ്ടെങ്കിലും സേവിച്ചെന്റെ നാവിൽ നിന്ന് ആദ്യമായി ആ പേര് കേട്ടപ്പോൾ വല്ലാത്തൊരു പരവേശം തോന്നി അവൾക്ക്. ഷാനി ഇരിക്കെ, ഞാൻ പറയട്ടെ. ബാൽക്കണിയിലെ മരത്തിന്റെ ആട്ടുകെട്ടിലേക്ക് അവളെ പിടിച്ചിരുത്തി അവനും അരികിലായിരുന്നു. ഹൃദയമിടിപ്പ് വല്ലാതെ വർദ്ധിച്ചു അവളുടെ. സെലീനയുടെ ഓർമ്മകളിൽ നെടുവീർപ്പ് ഉതിർന്നു അവനിൽ നിന്ന്. സെലീന, അവൾ എൻ്റെ ബാല്യകാല സഖിയായിരുന്നു. അവൻ പറഞ്ഞു തുടങ്ങി. അവൾ ആകാംക്ഷയോടെ കേട്ടിരുന്നു. ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കിടന്നപ്പോൾ സ്വാഭാവികമായിട്ടൊരു അകൽച്ച വന്നു. അവളുടെ അമ്മച്ചിക്ക് പെട്ടെന്ന് വയ്യാതായപ്പോൾ ആരോ കൊണ്ടുവന്ന ഒരു ആലോചന മുന്നും പിന്നെ ആലോചിക്കാതെ അവളെ കെട്ടിച്ചു വിട്ടു. അവിടെ ചെന്നോടെ അവളുടെ കഷ്ടകാലം തുടങ്ങി. അയാൾക്ക് മറ്റൊരു പെണ്ണും അതിൽ കുട്ടികളും ഉണ്ടായിരുന്നു. കുറേ സഹിച്ച് അവൾ അവിടെ നിന്നു. അമ്മച്ചി കിടപ്പിലായപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നു. അപ്പോഴും കഴുകൻ കണ്ണുകൾ അവൾക്ക് മീതെ വട്ടമിട്ട് തുടങ്ങിയപ്പോഴാണ് അവൾക്കൊരു സംരക്ഷണം ആവശ്യമാണെന്ന് തോന്നിയത്. തന്നെയല്ല, അമ്മച്ചി ജീവനോടെ ഇരിക്കുമ്പോൾ മറ്റൊരു പെണ്ണിനെ കൂടെ കൊണ്ടുവരുന്ന അപ്പനോടുള്ള വാശിയും കൂടെ അമ്മച്ചിയുടെ പോക്കെല്ലാം കൂടെ മനോനില തെറ്റിയ അവസ്ഥയിലായിരുന്നു ഞാനും സെലീനയും കൂടി ഒരു നാടകം. പറഞ്ഞാലും വിശ്വസിക്കില്ല. അല്ല, വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. വേണമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ തള്ളിവിടാം. എൻ്റെ തിരക്കഥകൾ കൂട്ടു നിന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും മുമ്പിൽ സേവിച്ചിന് വേണ്ടി ഉടുമുണ്ടഴിക്കുന്നവളെന്ന പേരവൾ കിട്ടി. പക്ഷെ അവളുടെ ദേഹത്ത് അരുതാത്ത ഒരു സ്പർശനം പോലും നൽകിയിട്ടില്ല ഞാൻ. അപ്പന് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ അതാണെന്ന് ഞാൻ ഊഹിച്ചു. സെലീനക്ക് പണം ആവശ്യമായിരുന്നു, അത് ഞാൻ കൊടുത്തു. നാട്ടുകാരൊക്കെ അവളെ പിഴച്ചവളെന്ന പേര് കുത്തി. അവൾക്കതിലൊരു പ്രയാസമില്ലായിരുന്നു. കാരണം പകൽമാന്യന്മാരായിട്ട് നടക്കുന്നവരിൽ പലരും അവളുടെ ശരീരം മോഹിച്ച് എന്നിട്ടുണ്ട്. അവൾക്കും കാണില്ലേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ. അങ്ങനെയാണ് ജോക്കുട്ടൻ അവളെ തേടി ചെല്ലുന്നത്. സേവിച്ച ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു. എല്ലാം ഇഷാനിയോട് തുറന്നു പറഞ്ഞവൻ. സെലീന തന്നെ അവനോടെല്ലാം വെളിപ്പെടുത്തിയത്. ജോക്കുട്ടന്റെ ബ്രേസ്ലെറ്റ് റൂമിൽ നിന്ന് കിട്ടിയത്, അവന് അപകടം പറ്റിയത്, അങ്ങനെയെല്ലാം എല്ലാം കേട്ട് തരിച്ചിരുന്നു പോയി ഇഷാനി. അവനെ ഞാൻ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. എൻ്റെ വിവാഹത്തിന് മുമ്പ് തന്നെ അവളുടെ ആത്മാവിന് ശാന്തി കിട്ടണമായിരുന്നു. നീയാണ് എന്നെ മാറ്റിയത്. നിന്റെ സ്നേഹം, അതിലടിമപ്പെട്ടു പോയി ഞാൻ. മറ്റെല്ലാം ഞാൻ മറന്നു. ഇഷാനി അവനെ സേവി പറഞ്ഞു പൂർത്തിയാക്കും മുമ്പ് ഇഷാനി അവൻ്റെ വായ കുത്തിപ്പിടിച്ചു. വേണ്ടിച്ചായ, ഇനി പ്രശ്നത്തിനൊന്നും പോകരുത്. ചെയ്തതിന് ശിക്ഷ അനുഭവിക്കാതെ ആരും ഈ ലോകത്തൊന്നും പോവില്ല. കർമ്മ എന്ന് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇഷാനൊന്നിനും പോകണ്ട, എനിക്ക് വേറെ ആരാ ഉള്ളത്? ഇഷാനിയുടെ കൈകൾ ഇപ്പോഴും സേവിയുടെ വായ്ക്ക് മുകളിൽ തന്നെയായിരുന്നു. അവൻ്റെ വാക്കുകൾ അവിടെ തന്നെ നിശ്ചലമായി. ഇച്ചായ, പ്രതികാരം കൊണ്ടുപോയാൽ ശാന്തി കിട്ടില്ല. നമുക്കുള്ള ജീവിതം പോകും. നീ വീണ്ടും പഴയ സേവിയായിട്ട് മാറരുത്. അവളുടെ ശബ്ദം വിറച്ചു. സേവി അവളുടെ കൈ പതുക്കെ പിടിച്ച് താഴ്ത്തി അവളുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. നീ പേടിക്കേണ്ട ഇഷാനി, ഞാൻ പഴയ ആളല്ലേ നീ. പക്ഷെ സെലീനയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നൽ പോകുന്നില്ല. അവൾക്ക് നീതി കിട്ടില്ലെന്ന ബോധം അതെന്നെ വിടുന്നില്ല. നീതി? ഇഷാനി കുനിഞ്ഞു നോക്കി. നീതി കോടതിയിൽ നിന്നാവട്ടെ, ദൈവത്തിൽ നിന്നാവട്ടെ, പക്ഷെ നിന്റെ കൈകളിൽ നിന്നാവരുത്. ഇനിയുള്ള ജീവിതം എനിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനു വീണ്ടും ഇരുട്ടിലേക്ക് നടക്കണം? സേവി മിണ്ടാതായി. അകലെ നായയുടെ ഓരിയിടൽ ഇപ്പോഴും കേൾക്കാം. രാത്രിയുടെ കാറ്റൽപ്പം തണുത്തു.
എല്ലാ തെളിവുകളും ഇല്ലാതാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ തിരുത്തി അവിടെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്തു. എല്ലാവരും കൂടി. അവന്റെ കണ്ണുകളിൽ അഗ്നിചുവപ്പ് അങ്ങനെ തന്നെ നിന്നു. ഇഷാനി അവന്റെ കൈകൾ 2 കൈകൾ കൊണ്ടും പിടിച്ചു. ആൾക്ക് സംരക്ഷണം കൊടുത്തില്ലേ? സ്വന്തം പേര് കളങ്കപ്പെടുത്തിയിട്ട് അവിടെ മാനത്തെ കാക്കാൻ കൂട്ടുന്നില്ലേ? ഇനി അവിടെ ആത്മാവിന് ശാന്തി കിട്ടാൻ നല്ല മനുഷ്യനായി ജീവിച്ചാൽ മതി. ഇന്നവരുടെ സ്വപ്നം മറക്കണം. സെലീന ആത്മാർത്ഥമായി കൂട്ടുകാരനായി കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കൽ നിങ്ങൾ കുറ്റബോധത്തിന്റെ ചുഴിയിലേക്ക് തള്ളിയിടാൻ വരില്ല. എനിക്കറിയാം. സെലീന ആഗ്രഹിക്കുന്നത് പഴയ സേവിച്ചനെയല്ല. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. നീയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും തീയായിരിക്കും ഇഷാനി. അവൻ ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ വേദനയുണ്ടായിരുന്നു. ഇഷാനി അവനെ നെഞ്ചിലേക്ക് ചേർന്നു. എനിക്കെൻ്റെ ഇച്ഛായനെ വേണം, രക്തക്കറകളില്ലാത്ത കൈകളോടെ, സമാധാനമായ മനസ്സോടെ. സേവി അവളുടെ തലയിൽ ചുംബിച്ചു. ഇഷാനിയെ ചേർത്ത് പിടിക്കുമ്പോഴും അവന്റെ മനസ്സിൽ ജോക്കുടന്റെ മുഖം തെളിഞ്ഞു നിന്നു. എന്റെ കോടതിയിൽ നിനക്ക് മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷയില്ല, അവന്റെ മനസ്സ് നിശബ്ദമായി പറഞ്ഞു. അവൾ ആശ്വാസത്തോടെ അവന്റെ കഴുത്തിൽ മുഖം ചേർത്ത് വെച്ചു. മഞ്ഞുണ്ട്, അകത്തേക്ക് പോവാം പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നവൻ. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇഷാനി. സേവി കമിഴ്ന്നു കിടന്ന ഉറക്കത്തിലാണ്. പുലരാൻ കാലത്താണ് അവനൊന്ന് ഉറങ്ങിയെന്ന് അറിയാമായിരുന്നു അവൾക്ക്. അവനുണർത്താതെ എഴുന്നേറ്റവൾ അലമാരയിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സ് എടുത്തിട്ട് വാഷ്റൂമിൽ കയറി. ദേഹത്ത് തണുത്ത വെള്ളം വീണപ്പോൾ എവിടെയോ സുഖമുള്ള നീറ്റിലായി. തലേ രാത്രിയിലെ ഓർമ്മകളിൽ അവളുടെ ദേഹം കുളിർന്നു. കുളി കഴിഞ്ഞിറങ്ങി മുടി ടവലിൽ കെട്ടിവെച്ച് കണ്ണാടിക്കുമ്പിൽ നിന്നവൾ കുറച്ച് മോയ്സ്ചറൈസർ എടുത്ത് പുരട്ടി കണ്ണെഴുതി പൊട്ടുതൊട്ടു. സീമന്തരേഖയിൽ കുങ്കുമം ചുവപ്പിക്കുമ്പോൾ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു നിന്നു. മുടിയിൽ കെട്ടിയുന്ന ടവലൂരി ഒന്നുകൂടി മുടി തുടച്ച് കോതി ഒതുക്കി ഇരുവശത്തും കുറേശ്ശെടുത്ത് ചെറിയൊരു ക്ലിപ്പിട്ടു. അപ്പോഴും സേവിച്ച നല്ല ഉറക്കത്തിലാണ്. അവനെയും നോക്കി വാതിൽ നിന്ന് പുറത്തേക്ക് കടന്നവൾ. വാതിൽ അതുപോലെ തന്നെ അടച്ച് സ്റ്റെയർ ഇറങ്ങി ചെല്ലുമ്പോൾ കണ്ടു സെറ്റിയിൽ നിന്ന് സംസാരിക്കുന്ന അപ്പച്ചനെയും പെങ്ങളെയും. കാര്യമായ ചർച്ചയിലായിരുന്നു രണ്ടുപേരും. അവളെ കണ്ടപ്പോൾ ആ സംസാരം മാറ്റി. അല്ല, കൊച്ചി നേരത്തെ എഴുന്നേറ്റോ? ആൾ നോക്കി ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു അമ്മായി. നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം, ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞവൾ. അവനിപ്പോഴൊന്നും എഴുന്നേൽക്കുകയല്ല, ഇനിയിപ്പോ ശീലമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഏലിയാമ്മ കൊച്ചിന് ചായ. കിച്ചണിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അമ്മായി അങ്ങോട്ട് നടന്നു. അപ്പച്ചനെ നോക്കി ചിരിച്ചുകൊണ്ട് അവർക്ക് പിന്നാലെ ചെന്നു ഇഷാനിയും. അപ്പോഴേക്കും ആവി പറക്കുന്ന ചായ ഗ്ലാസ്സിലെടുത്തിരുന്നു ഏലിയാമ്മച്ചി. 10-65 വയസ്സുണ്ടെങ്കിലും ചുറുചുറുക്കോടെ എല്ലാ ജോലിയും ചെയ്യുന്ന അവരാണ്. മോൾക്ക് അറിയായിരിക്കുമല്ലേ, സേവിച്ചെന്റെ കുഞ്ഞിലെ വന്ന ഏലിയാമ്മ ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ തന്നെയാ. അലക്കാനും അടിക്കാനും തൂക്കാനൊക്കെ അമ്മണിക്കുട്ടി വരും. പിന്നെ ഇന്ന് സദ്യ ഒരുക്കാനുള്ളതുകൊണ്ട് അന്നമ്മയും ശീലയും വന്നിട്ടുണ്ട്. സേവിക്കാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഈ എന്നതാ പറയുന്നത്, ഈവന്റ് മാനേജ്മെന്റോ അങ്ങനെ ഏതാണ്ട് പേരുള്ള എല്ലാം സമയമാകുമ്പോൾ കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചിരുന്ന ഒരു പരിപാടിയില്ലേ, അതൊന്നും ചെറുക്കിന് പറ്റത്തില്ല. വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് വെച്ചിട്ടുണ്ടാക്കി കൊടുക്കണമെന്നാ നമ്മുടെ നാട്ടടപ്പ് പോലെ. ഇഷാനിയുടെ അറിവിലേക്കായി കൊച്ചുമണി പറഞ്ഞു. മറുപടിയൊന്നും പറയാതെ ചായ ഊതി കുടിച്ചുകൊണ്ട് പുതുപെണ്ണിന്റെ നാണത്തോടെ നിന്നവൾ. പുതിയ ആൾക്കാരും ചുറ്റുപാടും അവരുടെ സംസാരവും ഒക്കെ അവളിൽ കൗതുകമുണർത്തി. തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങാണ് ഇന്ന് അവിടെ നടക്കുന്നത്. വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം കൂട്ടിക്കൊണ്ടുപോകാൻ തൻ്റെ വീട്ടിലുള്ളവർ വരും. അവർക്ക് കൊടുക്കാനുള്ള സദ്യയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസം അവിടെയാണ്, അത് കഴിഞ്ഞാൽ ഇവിടേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ബന്ധുക്കളിൽ ചിലരൊക്കെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ. എല്ലാവരും ഓരോ ജോലികളിലായി തിരക്കിലാണ്. വീട്ടിൽ നിന്ന് കുറച്ചു മാറി ഓടിയിട്ടൊരു വെപ്പുപുരയുണ്ട്. അവിടെയാണ് പണികൾ തകൃതിയായി നടക്കുന്നത്. ബന്ധുക്കളിൽ മിക്കവരും അവിടെ തന്നെയാണ്. എല്ലാവരും തങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ജോലിയിലാണ്. ആണുങ്ങളും കൊണ്ട് കലവറയിൽ. ചായ കഴിച്ചു കഴിഞ്ഞ് ഗ്ലാസ് ഏലിയാമ്മച്ചേനെ വാങ്ങി അവളുടെ കയ്യിൽ നിന്ന്. ഞാൻ കഴുകിച്ചോളാം, ഇന്നിപ്പോൾ മോളൊന്നും ചെയ്യണ്ട, വിരുന്ന് കഴിഞ്ഞ് വരട്ടെ, എന്നിട്ടാവാം സ്നേഹത്തോടെ പറഞ്ഞവർ. വീട്ടിൽ നിന്ന് കുറച്ചു മാറി ഓടിയിട്ട വെപ്പൂരയിലേക്കാണ് എല്ലാവരും തിരക്കോടെ പോകുന്നത്. അവിടേക്ക് നോക്കിയപ്പോൾ വലിയ വട്ടച്ചട്ടികളിൽ കറി പൊങ്ങുന്ന കാഴ്ച. കറിവേപ്പില ചൂടെണ്ണയിൽ വീഴുമ്പോഴുണ്ടാകുന്ന ശബ്ദം വരെ കേൾക്കാം. ചിരിയും സംസാരവും ഒക്കെയായി ബഹളമയം. മോള് വാ, കാണ്ടേ നമ്മുടെ സദ്യവട്ടങ്ങള്. കൊച്ചുമണി ചിരിയോടെ അവളെ നോക്കി ഇഷാനി തലയാട്ടി. പുതിയ വീട്ടിലെ ഓരോ കാര്യം അവൾക്കൊരു അനുഭവം തന്നെയായിരുന്നു. വെപ്പുരക്കകത്തേക്ക് കയറുമ്പോൾ അന്നമ്മ ശീലയോടും കൂടി വലിയ വട്ടച്ചട്ടിയിൽ ഫിഷ് മോളി ഒരുക്കുകയാണ്. കട്ടിയുള്ള തേങ്ങാപ്പാലിൽ ചൂട് പിടിച്ച മീൻ കഷ്ണങ്ങൾ പൊങ്ങിക്കിടക്കുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചതിൻ്റെ മണം. ഇത് കോട്ടയത്തുകാരുടെ ഫിഷ് മോളിയാ, മോള് കണ്ടിട്ടുണ്ടോ? നോൺ വെജ് ആഹാരങ്ങൾ കുറവാണ് തറവാട്ടിൽ, അതുകൊണ്ട് എല്ലാം ഒന്നും കഴിക്കാറില്ല. ചിക്കനും ചില മീനുകളും കഴിക്കും. ഇഷാനി തുറന്നു പറയാൻ മടി കാണിച്ചില്ല. കാരണം അവൾ ക്രിസ്ത്യാനികളുടെ ചടങ്ങ് ആദ്യമായി കാണുകയാണ്. അടുത്ത ചട്ടിയിൽ കിടന്ന ഇഷ്ടു വെളുത്ത കറി, ചിക്കൻ കഷ്ണങ്ങൾ കുരുമുളകിട്ട് കട്ടിയുള്ള തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത് ഒരു വശത്ത് വലിയ പാത്രത്തിൽ അരി കഴുകി വെച്ചിരിക്കുന്നു. സദ്യക്കുള്ള നാടൻ ചോറ്, അതിനോടൊപ്പം പച്ചടിയും കിച്ചടിയും ഒരുക്കാനായി ചെറുവെള്ളരിക്കയും പച്ചമാങ്ങയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മഞ്ഞ നിറമുള്ള കാളം ചൂട് പിടിച്ച് കട്ടിയാവുകയാണ്. കാളം കുറുകുന്നതിന്റെ ഗന്ധം വെപ്പുര നിറഞ്ഞു. കോട്ടയം സദ്യയിലൊരു ബീഫ് ഒലത്തിയതില്ലാതെ പൂർണ്ണാവില്ലല്ലോ, ഷീലയൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വട്ടച്ചട്ടിയിൽ കറുത്ത നിറഞ്ഞു കിടക്കുന്ന ബീഫ് കഷ്ണങ്ങൾ തേങ്ങാക്കൊത്തിയേർത്ത് നന്നായി ഉലർത്തിയെടുക്കുന്നുണ്ട്.
കറിവേപ്പിലയും കുരുമുളകും ചേർന്ന് അതിന്റെ മണം തന്നെ നാവിൽ വെള്ളം ഊറിക്കാൻ പാകത്തിനുള്ളതായിരുന്നു. അടുത്തായി ഒരു വലിയ പാത്രത്തിൽ താറാവ് റോസ്റ്റ്. കട്ടിയുള്ള ഗ്രേവിയിൽ നന്നായി വേവിച്ച താറാവ് കഷ്ണങ്ങൾ ചുവന്ന എണ്ണമേൽ പൊങ്ങിക്കിടക്കുന്ന കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും. ഇത് സേവിച്ചെന്റെ ഫേവറേറ്റാ, അന്നമ്മ പറഞ്ഞു. അവന് താറാവുണ്ടേ പിന്നെ ഒന്നും വേണ്ട. നമ്മുടെ വർഗീസ് അച്ചായന്റെ മോളുടെ കല്യാണത്തിനെ താറാവില്ലേന്ന് ചോദിച്ചൊരു ബഹളം കൂട്ടിയിട്ടുണ്ട് അവൻ. ഇന്നും ഓർമ്മയിലുണ്ട് എനിക്കത്. അന്നമ്മ ചേർത്ത് ഏതോ കല്യാണ വിശേഷം പറഞ്ഞു. ഇഷാനി കേട്ടു നിന്നു ചെറുചിരിയോടെ. പഴയ നാട്ടുനടപ്പ് പോലെ സദ്യ ഒരുക്കുകയാണ്. വാഴയിലകൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഓരോ ഇലയിടേണ്ട വിഭവങ്ങൾ ക്രമം വരെ നിശ്ചയിച്ചിരിക്കുന്നു. ഉപ്പും പപ്പടവും തുടങ്ങിക്കൊണ്ട് ഇഞ്ചിപ്പുളിയും പച്ചടിയും പിന്നെ കാളനും ഓലനും. ഓലൻ അതൊക്കെ മോൾക്ക് അറിയാവുന്ന വിഭവങ്ങളായിരിക്കും അല്ലേ? കുമ്പളങ്ങയും ചെറുപയറും ചേർത്ത് തേങ്ങാപ്പാലൊന്ന് തിളപ്പിച്ചെടുത്ത് സദ്യക്ക് അതൊരു രുചിയാ. ഈശാനിയെല്ലാം ശ്രദ്ധിച്ചു. കാളനും ഓലനും കിച്ചടിയും അതൊക്കെ അവൾക്ക് സുപരിചിതമായിരുന്നു. അവരുടെ ആ സംസാരം ഒത്തൊരുമിച്ചുള്ള പാകം ചെയ്യലുമെല്ലാം അവൾ നോക്കി നിന്നു. ഇന്നത്തെ കാലത്ത് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങ്. വീട്ടിൽ പരിപാടി ഉണ്ടെങ്കിൽ എല്ലാം കാറ്ററിംഗ് വെച്ച് തീർക്കുന്ന കാലം. ഇവിടെ ഓരോ വിഭവവും സ്വന്തം കൈകൊണ്ട് സ്നേഹത്തോടെ ഒരുക്കുന്ന കൗതുകമായിരുന്നു അവൾക്ക്. ബന്ധുക്കളിൽ ചിലരൊക്കെ അവൾ നോക്കി ചിരിക്കുന്നുണ്ട്. കുറച്ചൊക്കെ ആളുകളെ പരിചയപ്പെട്ടിരുന്നെങ്കിലും കൃത്യമായ ബന്ധം പറയാൻ അവൾക്ക് അറിയില്ലായിരുന്നു. പിന്നിലെ ചൂളയിൽ അപ്പം ചുട്ടെടുക്കാൻ പാത്രം വെച്ചിരിക്കുന്നു. പുളിച്ചാരി മാവിൽ നിന്നുള്ള അപ്പം അതവരുടെ മെയിൻ വിഭവമാണ്. അതും കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കുറച്ച് ആണുങ്ങൾ പിന്നിലൊരു അടുപ്പ് കൂട്ടി വലിയൊരു ഉരുളിയിൽ കപ്പയും എല്ലും പാചകം ചെയ്യുന്ന കണ്ടത്. അത്ഭുതത്തോടെയാണ് ഇഷാനിയെല്ലാം നോക്കിയത്. മറ്റൊരു വശത്ത് കോട്ടയം സ്റ്റൈൽ മീൻ വറുത്തത് പൊരിയുന്നു. മഞ്ഞളും മുളക് പൊടിയും കുരുമുളകും ചേർത്ത് മാരിനേറ്റ് ചെയ്ത മീന് ചൂടെണ്ണയിൽ കിടന്ന് മുറിയുന്ന ഗന്ധം. പായസം എന്താ? ഇഷാനി തന്റെ ഇഷ്ടവിഭവത്തെ അന്വേഷിച്ചു. അടപ്രഥമനും പാൽപ്പായസം ഉണ്ട്. മോൾക്ക് ഏതാ ഇഷ്ടം? ഷീല ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പായസം ഏതായാലും കുടിക്കുക ഇഷ്ടാ. ആൾ മറുപടി പറഞ്ഞു. വലിയൊരുള്ളിൽ അടപ്രഥമൻ കട്ടിയാവുന്നു. നെയ്യിൽ വറുത്ത അടയും ശർക്കരപ്പാനിയും തേങ്ങാപ്പാലും ചേർന്ന് കശുവണ്ടിയും മുന്തിരിയും വിതറിയത്. അതിന്റെ ഗന്ധം കേട്ടാൽ തന്നെ വയറ് നിറയും പോലെ. പാൽപ്പായസം വെള്ള നിറത്തിൽ മൃദുവായി തിളക്കുന്നു. പാലുകാരി, പഞ്ചസാര, ഏലക്കയുടെ മണം. ഇഷാനി ചുറ്റും നോക്കി. ഓരോരുത്തരും തിരക്കിലാണ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.